ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ സംശയത്തിനുള്ളൊരു മറുപടിയും അതിൻ്റെ കാര്യകാരണ സഹിതമാണ് ഇപ്പം പറയാൻ പോണത്. ഒരുപാട് പേര് ഈ വീഡിയോ യൂട്യൂബിൽ ചെയ്തു വിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്നതും കേൾക്കാത്തതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേങ്കിൽ നമ്മളെ പോണക്കുള്ള പാവങ്ങൾ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും അവരുടെ ഒരു പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ അവരെ ഉണ്ടല്ലോ നമ്മൾ മനസ്സുകൊണ്ട് പോലും മടിപ്പിക്കരുത്, വിഷമിപ്പിക്കുകയും ചെയ്യരുത്. അപ്പം കുറേ ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ആർക്കൊക്കെയാണ് ഈ ആമമോതിരം ഇടാൻ പറ്റുന്നത്? അതിന് പ്രത്യേക സമയമുണ്ടോ, ദിവസമുണ്ടോ? അതേതുള്ള ലോകം കൊണ്ടാണ് നമ്മൾ ഇടേണ്ടത്? അത് ഏതിലിട്ടാലാണ് നമുക്ക് നല്ലത് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമമോതിരം ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഇടാം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിനൊരു ഇന്ന ദിവസമെന്നോ കാലങ്ങളെന്നോ ഒന്നുമില്ല കേട്ടോ, ഇടാൻ ഇഷ്ടമുള്ളവർക്ക്. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഈ ആമമോതിരം ഇടുന്നത് നിങ്ങൾ എന്തെങ്കിലും നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇടുന്നതെങ്കിൽ അതിന് പ്രത്യേക ദിവസമുണ്ട്, മേടിക്കുന്നതിന് ദിവസമുണ്ട്, ഇടുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം, ഈ മോതിരം ഉപയോഗിക്കാൻ പറ്റിയ നാളുകാരാരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രോഹിണി, പൂരാടം, ചിത്തിര, തിരുവോണം, പൂയം, ചോതി, പുണർദം. ഈ സമയത്ത് ഈ ഒക്ടോബർ മാസത്തിൽ ഏറ്റവും നല്ലത് ഈ 7 നാളുകാർക്കാണ് ഈ ആമമോതിരം ഇടുന്നത് ഏറ്റവും ഉചിതം. അവരെന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ ഈ ആമമോതിരം ഇടുന്നത് അതുകൊണ്ട് അവർക്ക് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ. അവർ ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കും അവരാഗ്രഹിക്കുന്ന കാര്യത്തിലേക്കും അവരുടെ കുടുംബത്തെ സന്തോഷവും സമാധാനവും അവരെന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ ഇടുന്നത് ആ ഒരു കാര്യം നടക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പിന്നെ ആമമോതിരം എല്ലാ നാളുകാർക്കും പറ്റും. പക്ഷെ ചില സമയങ്ങളൊക്കെ ഉണ്ട്, സമയദോഷങ്ങളുണ്ട്, അതൊക്കെ മാറണം. അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഇപ്പം ഈ 7 നാളുകാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ്. അതായത് ഈ ആമമോതിരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മൾ വെള്ളിയിൽ നമ്മൾ പറഞ്ഞു പണിയിച്ചിടുന്നതാണ് കേട്ടോ നല്ലത്. വെള്ളിയിൽ പറഞ്ഞു പണിയിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സ്വർണത്തിൽ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ളവർക്ക് സ്വർണത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ള കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ചിലപ്പം അലുമിനിയോ ചെമ്പോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഒരെണ്ണം പറഞ്ഞു പണിയിപ്പിക്കുന്നതാണ്. വെള്ളിയിലൊക്കെ ഒരെണ്ണം പറഞ്ഞു പണിയിപ്പിച്ചാൽ അധികം കാശൊന്നും ആകത്തില്ലെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പം നമ്മൾ ഏതൊരു ഉദ്ദേശത്തോടെ ഈ ആമമോതിരം ഇട്ടാലും നമ്മുടെ കാര്യങ്ങൾ നടക്കും. നമ്മൾക്ക് ഒരാമയുടെ അമ്പലത്തിൽ പോയി നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഈ ആമമോതിരം നമ്മൾ കടകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു പണിയിച്ച് മേടിക്കുന്നതാണേലും വ്യാഴാഴ്ച ദിവസം മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ച ദിവസം മേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്നെങ്കിൽ നമ്മൾ പനിനീര് നമ്മുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ കടകളിൽ നിന്ന് ഒരു കുപ്പി പനിനീര് മേടിച്ചിട്ട് ഈ ആമമോതിരം ഒരു നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ഈ പനിനീര് ഒഴിച്ചിട്ട് ഈ ആമമോതിരം ഇട്ട് വയ്ക്കുക. ഇട്ട് ഒരു 7 ദിവസമെങ്കിലും നമ്മൾ ഈ ആമമോതിരം അപ്പോൾ നമ്മൾ പനിനീരിലിട്ട് ഭദ്രമായിട്ട് വെക്കുക. നമ്മൾ പിന്നെ ഇത് പീരിയഡ്സ് ആയിരിക്കുന്നവരോ ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടിയിട്ട് ചെന്ന് തൊടുവോ പിറക്കുവോ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. എന്നുവെച്ചിട്ട് 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഇത് നിങ്ങൾ അമ്പലത്തിൽ ഇതാർക്ക് വേണ്ടിയിട്ടാണോ ആ ആളിൻ്റെ നാളും പേരും എല്ലാം പറഞ്ഞു കൊടുത്ത് ഇത് പൂജിച്ചിട്ട് വേണം. അതും നിങ്ങൾ വ്യാഴാഴ്ച ദിവസമായിരിക്കണം മോതിരം മേടിക്കേണ്ടത്. വ്യാഴാഴ്ച ദിവസം തന്നെ വേണം ഇത് പൂജിച്ച് നിങ്ങൾ മേടിച്ചിട്ട് എന്ത് ചെയ്യണം? എല്ലാ വിരലിലും ആമമോതിരം ഇടാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ വലത്ത് കൈയുടെ ഈ നടുവിരലയിൽ ഇങ്ങനെ ഈ നടുവിരലയിൽ ആമമോതിരം ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇപ്പം നടുവിരലയിൽ ഇടുമ്പോൾ ആൾക്കാർ ഓർക്കും ഞങ്ങൾ മീനോ ഇറച്ചിയോ ഒക്കെ കൂട്ടുമ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ നടുവിരലയിലായി ഇടുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടെ നിങ്ങളോട് മെയിനായിട്ട്, നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇടത്ത് കൈയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതും കഴുകുന്നതും പിറക്കുന്നതും ഒക്കെ. അപ്പോഴെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വലത്ത് കൈയിലോട്ട് മാറും. അപ്പം നിങ്ങളിങ്ങനെ ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആമമോതിരം ഊരിയിട്ട് എന്ത് ചെയ്യണം? ഇടത്ത് കൈയുടെ ഈ ചൂണ്ട വിരലുകളിലോട്ട് നിങ്ങൾ ഇടുക. അത് കഴിഞ്ഞിട്ട് കൈയെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ വിരലിലോട്ട് എടുത്തിട്ടോളുക. അപ്പോൾ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എത്രയും വർഷം വേണമെങ്കിലും എത്രയും നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം
മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഏത് മതത്തിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാം. ചിലർ ചോദിക്കും, അയ്യോ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണല്ലോ, ഞങ്ങൾക്ക് ഇത് ഇടാൻ പറ്റത്തില്ലല്ലോ, ഇതിന് ഇത്രയും ഗുണമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ജാതി മതവും ഒക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയത്. ദൈവത്തിന് ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. നമ്മൾ ഇത് വകതിരിച്ച് മാറ്റിയും പിറക്കിയൊക്കെ വെച്ചേക്കുന്ന. ഇനിയിപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒക്കെ അവർ ഓർക്കും ഞങ്ങൾക്ക് ഇതൊന്നും ഇടാം, ഞങ്ങളുടെ മതത്തിൻ്റെ ഇത് വെച്ച് നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെയുള്ളവരൊരു കാര്യം ചെയ്തോണം. ഇത് ഒരു കാര്യം ഉദ്ദേശിച്ച് മോതിരം വിട്ടാൽ നമ്മളെ ഒരു കാലത്തും നമ്മളെ കൈവിടത്തില്ലത്. അപ്പം നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കാനും എടുക്കാനുമായിട്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ഇത് നമുക്ക് പണി കിട്ടുകയും ചെയ്യും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അനുഭവത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ആമമോതിരം നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി മേടിച്ചിട്ട് കഴിഞ്ഞപ്പം കൂട്ടത്തിലുണ്ടായിരുന്നവൻ കളി, ഇപ്പം നിനക്ക് ലോട്ടറി അടിക്കും, ഇപ്പം നിനക്ക് നീ ആഗ്രഹിച്ച കാര്യം നടക്കും, ഇപ്പം നിൻ്റെ കടമെല്ലാം തീർന്ന് നീ ഇപ്പം തന്നെ അങ്ങ് സ്വതന്ത്രനാകും, ഇതെല്ലാം പറഞ്ഞ് ആ പുള്ളീനെ അങ്ങ് കളിയാക്കി കഴിഞ്ഞിട്ടൊന്നും പുള്ളി ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ സംഭവം ഇട്ട് കഴിഞ്ഞ് ഇവരുടെ കാരണവന്മാരുടെ കാലമായിട്ടുണ്ടല്ലോ കുറച്ച് സ്ഥലം കിടന്നത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാണേലും വേണ്ടിയല്ലേ ഇവർ 3 ചേട്ടനനിയന്മാർക്കായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞ് ഇവർക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ഭാഗ്യവാൻ, ചിലപ്പോൾ ആമമോതിരത്തിൻ്റെ ശക്തിയാകാം, എന്തും ആയിക്കോട്ടെ. ഈ മോതിരം ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ അവർ നല്ല ഉയർന്ന നിലയിലോട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഈ കളിയാക്കി ഈ പുള്ളി എന്ത് കാണിച്ചു, ഇവരുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളി കണ്ടിട്ട് പിന്നെ ഒന്നും മിണ്ടിയിരുന്ന് പറഞ്ഞു, ഈ പുള്ളി ഇതുപോലെ ആമമോതിരം മേടിച്ചിട്ടെന്ന് പറഞ്ഞു. ഈ ഇട്ട് കഴിഞ്ഞതിന് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഈ പുള്ളിയുടെ കൈവിരലങ്ങ് വീങ്ങി തെറ്റി ചീറി കൈക്കകം അങ്ങോട്ട് പഴുത്ത് എറണാകുളം പോണക്കായി എന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്നിട്ട് ഈ ആമമോതിരം ഒരു 15 ദിവസം പോലും കയ്യേലിടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ വന്നിച്ചില്ലേലും ഒന്നിനെ നമ്മൾ നിന്ദിക്കാൻ പോകരുത്. നമ്മളെന്തിനാണ് നിന്ദിക്കാനായിട്ട്, നമ്മളാരാ? അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുവാണ്, വിശ്വാസത്തോടെ ചെയ്യുന്ന ഏതൊരു കർമ്മം നമുക്കത് ഫലവത്തായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, മുസ്ലിം സഹോദരങ്ങളോടും ക്രിസ്ത്യൻസിനോടും ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചത് കയ്യിലിടണം, നിങ്ങളിട്ടു. പക്ഷെ നിങ്ങൾക്കത് പകൽ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ കണ്ടു നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നിങ്ങൾ ഉപയോഗിച്ചു, വെളുപ്പിനെ നിങ്ങൾ ഊരി പുറത്തോട്ടിറങ്ങുമ്പോൾ മാറ്റിക്കും. അതിനൊന്നും ഒരു ദൈവദോഷം ഉണ്ടായില്ല. നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഓരോന്നും ചെയ്യിക്കുന്നത്. നമ്മൾ പറയല്ലേ, ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതാകട്ടോ അതെന്ന് എന്ന് പറഞ്ഞുണക്കുമ്പോൾ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ അത് ദൈവം കണ്ടോളും. അപ്പോൾ അത് നിങ്ങൾക്ക് മറ്റ് വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനിതിങ്ങനെ പറഞ്ഞു തന്നെ. കാരണം ഇതിപ്പോൾ പറയാനും കാരണമുണ്ട്. എല്ലാവരും വന്നിട്ട് ചോദിക്കും, ചേച്ചി ഞങ്ങൾക്കിത് ആമമോതിരം ഇടാൻ പറ്റത്തില്ല, അപ്പോൾ എന്ത് ചെയ്യും ചേച്ചി, അതിനൊരു മാർഗം പറഞ്ഞതാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ നിങ്ങളോട് ഇത് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം നമ്മളിത് അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ചിട്ട് അമ്പലത്തിൽ വെച്ച് തന്നെ വേണം നമ്മളിത് ഇട്ടിട്ട് പോരാനായിട്ട്. അല്ലാതെ ഇത് നമ്മൾ പൂജിച്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ ഉരിയാടാതെ നമുക്ക് എന്ത് ആവശ്യമാണോ നടക്കാനുള്ളത് ആ കാര്യം മനസ്സിലോർത്ത് ഭഗവാനോടാണേലും ഭഗവതിയോടാണേലും നമ്മൾ പ്രാർത്ഥിച്ച്, നിങ്ങൾക്ക് ഇഷ്ടദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നിങ്ങളിത് വിരലിൽ ഇട്ടുകൊണ്ട് വേണം തിരിച്ചു പോരാനായിട്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായല്ലോ. അപ്പം നിങ്ങളതിൻ്റെ അകത്ത് മറ്റൊരു കാര്യവും നിങ്ങൾ ചിന്തിക്കേണ്ട, നല്ല വശങ്ങളും മാത്രം എടുക്കുക. പലരും പല വീഡിയോയിൽ പറയും ആമമോതിരം അങ്ങനെ ഇട്ടാൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ഇട്ടാൽ ഒന്നുമില്ലെന്നേ. നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമാണെങ്കിൽ ആർക്ക് വേണേലും ഇഷ്ടം. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത് ഈ 7 നാളുകാർക്ക് നല്ല ശുഭമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ മറ്റുള്ള നാളുകാരുടെ നല്ല ദിവസങ്ങൾ വരുമ്പം ഇതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് ഞാൻ നിങ്ങളോട് വിവരം പറയാം കേട്ടോ. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമ്മൾ കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കെ.